അവകാശങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. ഞാൻ ചുരുക്കട്ടെ, ഖാദിയുടെ ആവശ്യം നമ്മുടെ മഹല്ലിൽ ദൈനംദിനമുണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾക്കുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ നമ്മുടെ ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ കിട്ടുമോ എന്ന് ചിലർക്ക് സംശയമുണ്ട്. കാരണം ഒന്ന്, സുഖമില്ല; രണ്ട്, നല്ല ആരോഗ്യമുള്ള കാലത്ത് തന്നെ ഉസ്താദിന് എപ്പോഴും തിരക്കാണ്. ഉസ്താദ് പറയും പോലെ ഖാദിക്ക് ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ ഡേ ടു ഡേ അഫേഴ്സിലൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഉസ്താദിന് അത് പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഉസ്താദ് സ്കൂളിൽ പോയത് എത്ര ക്ലാസ് വരെയാണ് എന്ന് ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന് പറഞ്ഞ ആ ആത്മകഥ നിങ്ങളൊന്ന് വായിക്കുക. നമ്മളൊക്കെ പോയതുപോലെ ഡിഗ്രി വരെയോ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയോ PhD വരെയോ ഒന്നും പോയിട്ടില്ല. വളരെ ചെറിയ ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയതാണ്. ഉസ്താദ് ഇംഗ്ലീഷ് പഠിച്ചതായിട്ട് അതിന് പറയുന്നില്ല. ഉസ്താദ് തൊട്ട് ഇപ്പോഴും പറയുന്നില്ല. ഉസ്താദ് രാഷ്ട്രീയം പഠിച്ചത് പറയുന്നില്ല. ഉസ്താദ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? അതേപോലെ ഡോക്ടറാകാൻ വേണ്ടി മെഡിസിൻ പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല എന്നാണ് നമുക്കൊക്കെ അറിയുന്നത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, വക്കീലാകാത്ത ഉസ്താദ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന, നൂറുകണക്കിന് വക്കീലന്മാർ LLB എടുത്ത് പാസ്സായ ലോ കോളേജ് നടത്തുന്നുണ്ടെങ്കിൽ, ഉസ്താദ് ഡോക്ടറാകാതെ തന്നെ മെഡിക്കൽ കോളേജ് വിജയകരമായി നടത്തുന്നുണ്ടെങ്കിൽ, ഉസ്താദ് എഞ്ചിനീയർ ആകാതെ തന്നെ ഉസ്താദ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നുണ്ടെങ്കിൽ, ഉസ്താദ് ഇംഗ്ലീഷ് മീഡിയം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു എങ്കിൽ, ആ ഉസ്താദ് നൂറുകണക്കിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇന്റർനാഷണൽ തലത്തിൽ വളരെയധികം പ്രശസ്തിയുള്ള സ്ഥാപനം നടത്തുന്നുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും ഉസ്താദിന് അല്ലാഹ് കൊടുത്തൊരു കഴിവാണ്. അതിനൊക്കെ പറ്റിയ രീതിയിൽ ഉസ്താദിനെ സഹായിക്കാൻ, ഉസ്താദ് പറഞ്ഞാൽ അത് നിവർത്തിക്കാൻ പറ്റിയ സഹായികളെ, ജുനൂദുകളെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഞങ്ങളെ നാട്ടിൽ ഖാദിയായെങ്കിൽ പിന്നെ ഞങ്ങളെ വിഷയങ്ങളൊക്കെ നടക്കുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഖാദി ഒന്നേ ഉണ്ടാകാൻ പറ്റുള്ളൂ എങ്കിലും ഖാസി ആക്ടിന്റെ സെക്ഷൻ 3-ൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, നായിബ് ഖാദിയായിട്ട് ആവശ്യത്തിനനുസരിച്ച് 1, 2, 3 ആളുകളെ ഒക്കെ നിശ്ചയിക്കാൻ പറ്റുമെന്ന്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഖാദി സ്ഥാനം ഏറ്റെടുത്തതിനനുസരിച്ച് സൗകര്യം പോലെ ജമാഅത്തിലെ കമ്മിറ്റികളുമായി ചർച്ച ചെയ്ത് ആവശ്യമുള്ള ആളുകളെ അതിനുവേണ്ടി ഉസ്താദ് പ്രഖ്യാപിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാകേണ്ടതില്ല എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. ഖാദി സ്ഥാനം എന്ന് പറയുമ്പോൾ എന്തേ നമ്മൾ ഇങ്ങനെ ഏൽപ്പിക്കേണ്ടതുണ്ടോ? നേരത്തെ